ൊപ്പം രണ്ട് വിദഗ്ധർ കൂടിയുണ്ട്. ഒന്ന് ശ്രീ CP രാജേന്ദ്രനുണ്ട്, അതേപോലെ CN രാമചന്ദ്രൻ നായരുണ്ട്. ഞാൻ നിങ്ങൾ രണ്ട് പേരിലേക്കും എത്താം. ഒരിക്കലും 5 മിനിറ്റ് സമയം കൂടി തരണം. കുറച്ചധികം ആളുകളുടെ ആശങ്കയുണ്ട്. കാരണം ഇവരുടെ ആശങ്കകൾക്കെല്ലാം ഒരു ഉത്തരം നൽകാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. വിശദമായി തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ടാവും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രേക്ഷകരുണ്ട്. ഇടുക്കിയിലും എറണാകുളത്തും ഒക്കെ തന്നെ ഇതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങളിലുമൊക്കെ ആളുകളുണ്ട്. അവരുടെയൊക്കെ ആശങ്കകൾ പരിഹരിക്കേണ്ട 2-3 ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഇവരുടെ കൂടെ ഒന്ന് വളരെ വേഗം കേട്ടുവരാം. നമ്മൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പേര് ആശ ആന്റണി. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോടതിക്ക് പുറത്തുള്ള ചർച്ചകൾക്ക് തുടക്കമിടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഒരു ഏജൻസിയെ കൊണ്ട് പഠനം നടത്താമെന്നുള്ളത് ഒരിക്കൽ കൂടി സർക്കാർ ഇപ്പോൾ കേന്ദ്രത്തെ അറിയിക്കാൻ പോകുന്നു എന്നുള്ള രണ്ടാമത്തെ ഇമ്പാക്റ്റ്. ഇതുകൂടാതെ മറ്റെന്താണ് ആവശ്യം ഇപ്പോഴത്തെ ആവശ്യമെന്ന് പറഞ്ഞാൽ, ഒന്ന്, കേരളത്തിലെ ജനങ്ങളിലുള്ളിൽ ആശങ്ക ഒഴിവാകണം. ഇപ്പോൾ നമ്മൾ സമരം നടത്തുമ്പോഴും എപ്പോഴും ആളുകളുടെ ഉള്ളിലും ഈ വയനാട് ദുരന്തം കൂടി കഴിഞ്ഞതിന് ശേഷം വളരെ ആശങ്കയാണ് ആളുകളുടെ ഉള്ളിലുള്ളത്. ആശങ്കയ്ക്കൊരു തീരുമാനമുണ്ടാണ്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ ആളുകളുടെ ഇടയിൽ ആശങ്ക എന്ന് പറയുന്നത് ജലമില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് വെള്ളം ഉള്ളതാണ്. ഈ രണ്ട് ആശങ്കയും പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഡാം പൊട്ടും എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ അനാവശ്യമായി ഭീതി പരത്തുന്നു. അതിനെ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങളിലുള്ളിലെ ആശങ്ക ആദ്യം മാറ്റിവെക്കുകയാണ് ഈ വിദഗ്ധ സമിതി ആദ്യം ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമസ്കാരം. എന്താണ് അഭിപ്രായം? പെട്ടെന്ന് പറയാമോ? നമുക്ക് എക്സ്പേർട്സ് ഉണ്ട്, അവരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആവാം. അത് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സംശയം ഈ ഡാം പൊട്ടുമോ എന്നുള്ളതാണ് ഒരു സാധാരണക്കാരൻ്റെ പ്രധാനപ്പെട്ട സംശയം. അതിനുള്ള മറുപടി ശ്രീ CP രാജേന്ദ്രനും രാമേന്ദ്രൻ നായരും പറയും. എക്സ്പേർട്ട് ഒപ്പീനിയൻ ഉണ്ട്. അത് ഇനി എന്തായാലും ഒരു ചർച്ചയ്ക്കായിട്ട് വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റും 2 സ്റ്റേറ്റും കൂടെ ഇരിക്കുന്നത് ഒപ്പം ഇവിടുത്തെ സ്ഥിരസമിതി അംഗങ്ങളുണ്ടല്ലോ, അവരാണ് ഏറ്റവും ആദ്യമേ ഈ സമരം ഇത് കണ്ടത്. അവനകത്ത് ആ കേന്ദ്ര കമ്മിറ്റിയിലെ ജനപ്രതിനിധികളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചർച്ചയ്ക്ക് വെച്ചാൽ അത് നല്ലൊരു ഐഡിയ സെറ്റാണ്. ചർച്ചയിലൂടെ ശാശ്വതമായ ഒരു പരിഹാരം, അതായത് ജനങ്ങൾക്കിടയിൽ അവവാദമുണ്ടാക്കി നല്ലൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. എത്രയും വേഗം ജനങ്ങളുടെ ആശങ്ക ദൂരീകരിച്ച് ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുവാൻ കേരള ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും തമിഴ്നാട് ഗവൺമെൻറ്റിനും കഴിയട്ടെ എന്ന് മാത്രമേ ആശംസിക്കാനുള്ളൂ. പൊട്ടെന്ന് പറയാൻ കാരണം ഞാൻ പറയാം. നമ്മൾ കേരള ഗവൺമെൻറ്റും ഈ സാബു വേങ്ങയില്ല മുൻ ജനറൽ കൺവീനർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഇത് പറയാൻ കാരണം ഇപ്പോൾ നമ്മളുണ്ടാക്കിയ വിഷയമല്ല ഇത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 24 മണിക്കൂർ അതിവർഷം ഉണ്ടായപ്പോൾ വയനാട് നമുക്കറിയാം. അതായത് ലോകത്തെ ഏറ്റവും വലിയ ഡാം വിദഗ്ധനുമായ ഡൽഹി IIT തലവനുമായ ഡോക്ടർ ഹുസൈൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുല്ലപ്പെരിയാർ ഡാമിൽ അതിവർഷം 24 മണിക്കൂർ തുടർച്ചയായിട്ട് അതിവർഷം ഉണ്ടായാൽ ആ ഗ്രാവിറ്റി ഡാമായ മുല്ലപ്പെരിയാർ ഡാം നിലംപൊത്തും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആശങ്ക. അതെ, അതിതീവ്ര മഴയുണ്ടായാൽ ഡാമിന് എന്ത് സംഭവിക്കും എന്നുള്ളതൊരു ഭീഷണിയായിട്ട് പറയുന്നുണ്ട്. അതാശങ്കയാണ്. ഒന്നും പറയണ്ട. അതായത് 4 വർഷം മുന്നേ ഹൈക്കോടതിയിൽ കേരള AG ആയിരുന്ന ഉണ്ടൂരി ജനറലായിരുന്ന ദണ്ഡമാണി ഒരു അഫിഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അഫിഡേറ്റ് കൊടുത്തത് വള്ളക്കടവ് മുതൽ അയ്യപ്പൻകോവിൽ വരെ 429 കുടുംബങ്ങൾ മാത്രമേ ഹാബിറ്റഡ് ബാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. സത്യത്തിൽ അതാണോ? അല്ല. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പിന് കണ്ടീഷൻ കപ്പാസിറ്റി 11 TMC ജലമാണ്. അതുപോലെ 45 TMC ആണ് ഇടുക്കി ഡാമിൽ. രണ്ടും കൂടെ ഒത്തു വന്നാൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ 40 ലക്ഷം ജനങ്ങളെ ബാധിക്കുന്നതായിട്ട് എന്തെങ്കിലും ഒരു ഭ്രംശ മേഖലയിലാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം.